ജാക്ക് തൻ്റെ പുതിയ ജോലിയുടെ ഇൻ്റർവ്യൂവിന് വരുന്നു. അതൊരു മലമുകളിലെ വലിയ ഹോട്ടലിലെ കെയർടേക്കറുടെ ജോലിയാണ്. അവിടെ മുൻപുണ്ടായിരുന്ന കെയർടേക്കർ അയാളുടെ ഭാര്യയെയും 2 പെൺമക്കളെയും കൊന്ന് ആത്മഹത്യ ചെയ്തതാണെന്ന് ഇൻ്റർവ്യൂ ചെയ്യാമെന്ന ഹോട്ടൽ മാനേജർ പറയുന്നു. ജാക്കിന് പക്ഷേ ഈ ജോലി വളരെ അത്യാവശ്യമായിരുന്നു. അങ്ങനെ ജാക്കും ഭാര്യയും മകനും കൂടി ഹോട്ടലിലേക്ക് പോകുന്നു. അതൊരു ഭീമാകാരൻ ഹോട്ടലായിരുന്നു. ജാക്കും ഭാര്യയും അത് ചുറ്റിക്കാണുന്നു. വിൻ്റർ ആകുന്നതോടെ ഹോട്ടൽ അടച്ചുപൂട്ടും. അവിടെ ആരും തന്നെ കാണില്ല. ജാക്കിൻ്റെ മകൻ അവിടെ ഇരട്ടകളായ 2 പെൺകുട്ടികളെ കാണുന്നു. ആദ്യത്തെ ദിവസം വളരെ ശാന്തമായി പോകുന്നു. ജാക്ക് തൻ്റെ നോവൽ എഴുതാൻ ആരംഭിക്കുന്നു. വൈഫും മകനും ഹോട്ടൽ ചുറ്റിക്കാണുന്നു. പിന്നീട് അങ്ങോട്ട് കാര്യങ്ങൾ പതിയെ മാറാൻ തുടങ്ങുന്നു. ജാക്കിൻ്റെ മകൻ പെൺകുട്ടികളുടെ പ്രേതത്തെ പലപ്പോഴും കാണുന്നു. മഞ്ഞുവീഴ്ചയോടെ അവർക്ക് പുറം ലോകവുമായിട്ടുള്ള ബന്ധം നിലയ്ക്കുന്നു. സമാധാനപ്രിയനായ ജാക്ക് വളരെ ദേഷ്യത്തോടെ സംസാരിക്കുന്നു. ഉറക്കത്തിൽ സ്വപ്നം കണ്ട് പേടിക്കുന്നു. പതിയെ ജാക്കിൻ്റെ സമനില തെറ്റാൻ തുടങ്ങുന്നു. ആരുമില്ലാത്ത ഹോട്ടലിൽ ജാക്ക് ആളുകളെ കാണുന്നു. അവരായിട്ട് ഇടപഴകുന്നു. ജാക്കിൻ്റെ ഭാര്യ അയാൾ എഴുതിയ നോവലെടുത്ത് വായിച്ചു നോക്കുന്നു. അതിൽ മുഴുവൻ ഒരേ കാര്യങ്ങൾ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. അങ്ങനെ ജാക്ക് ഒരു സൈക്കോയായി മാറുന്നു.